ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഷെയ്ഖ അക്കാഡമി വളരെ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആരംഭിച്ചത്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, അവർ ഉന്നതമായ വിദ്യാഭ്യാസം നേടണം. ആ ഉന്നതമായ വിദ്യാഭ്യാസം നേടുമ്പോൾ തന്നെ അവരെ അവരാക്കിയ, നമ്മെ നാമാക്കിയ ദീനുൽ ഇസ്ലാമിൻ്റെ ആ അച്ചടക്കങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ അവർ എക്കാലവും തയ്യാറാവുകയും വേണം. അതിനു പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ സെഷൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഗ്രിബിൻ്റെ സമയം തന്നെ മറ്റു നിസ്കാരങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയം മാത്രമുള്ള സമയമായതിനാൽ എന്തായാലും നീട്ടിപ്പറയുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് വളരെ ഹ്രസ്വമായ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിസ്കരിക്കണം, ഞങ്ങൾക്കൊക്കെ നിസ്കരിക്കണം, നമുക്കൊക്കെ നിസ്കരിക്കണം. സ്വല്ലു ഖബ്ല അൻ തുസല്ല അലൈക്കും എന്നാണ്. നിങ്ങളെ മേൽ മറ്റുള്ളവരൊക്കെ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ്, അഥവാ നിങ്ങളുടെ മയ്യിത്ത് നിസ്കാരം നടത്തേണ്ട സമയമാകുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിസ്കാരം കൃത്യമായി ശീലിച്ച് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജീവിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് മഗ്രിബ് നിസ്കാരം ആയതുകൊണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പെൺകുട്ടികൾ അവർ ഉന്നത വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ന് ഏതായാലും അങ്ങനെയല്ല. രക്ഷിതാക്കളൊക്കെ തങ്ങളുടെ മക്കൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നന്നായി പഠിച്ചു വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അൺഎഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, അവർ ആണായാലും പെണ്ണായാലും ഒരു കാശിനും കൊള്ളാത്തവരായിട്ട് തന്നെയാണ് അവരെ എല്ലാവരും വിലയിരുത്തുന്നത്. മാത്രമല്ല, മറ്റുള്ള സമൂഹങ്ങളൊക്കെ വിദ്യാഭ്യാസപരമായി വിപ്ലവാത്മകമായ പുരോഗതികൾ കൈവരിക്കുമ്പോൾ നമ്മുടെ സമുദായം എന്ന് പറയുമ്പോൾ ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ട് പഠിക്കാൻ പറ്റിയത് അവിടെ പോയി പഠിക്കണം. ഉത്ലുബുൽ ഇൽമ മിനൽ മഹ്ദി ഇലൽ ലഹദ്, നിങ്ങൾ പിറന്നു വീണ അന്ന് മുതൽ ഇനി ശ്മശാനത്തിലെത്തുന്നത് വരെ പഠനം ഒരു തപസ്യയാക്കണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പിന്നാക്കം പോകാൻ പാടില്ല എന്നൊക്കെ നിർബന്ധമുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾക്ക് അവരുടെ എല്ലാ അർത്ഥത്തിലും ആവശ്യമുള്ള പ്രൊട്ടക്ഷനുകളൊക്കെ നൽകിക്കൊണ്ട് അവരെ എങ്ങനെ പഠിപ്പിച്ച് വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാം എന്ന ചിന്ത ഉടലെടുക്കുന്നതും അതിനുവേണ്ടി ഈ ഷെയ്ഖ അക്കാഡമി വിഭാവനം ചെയ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, ആ രീതിയിലൂടെ തന്നെ മുന്നേറുമോ എന്നുള്ള ആശങ്കയും ഭയവുമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. എങ്കിലും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥിനികളുടെയും എല്ലാം വലിയ സഹായവും സഹകരണവും സപ്പോർട്ടുമൊക്കെ ആയപ്പോൾ ഷെയ്ഖ അക്കാഡമിക്ക് അസൂയാർഹമായ വലിയ ഒരു നേട്ടം, വലിയ വിജയം തന്നെ നേടാൻ കഴിഞ്ഞു. ഇതിന് അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നതോടൊപ്പം ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനികളെയും ആ വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ച രക്ഷിതാക്കളെയും
എല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക്, വരും തലമുറകൾക്കൊക്കെ അവർക്ക് ഗുണകരമായ എല്ലാ വിദ്യാഭ്യാസവും നേടിയെടുക്കാനും അതുവഴി ഐശ്വര്യത്തോടെ ദുന്യവിയായ ജീവിതവും ഉഖ്റവിയായ ജീവിതവും എല്ലാം അവർക്ക് ഐശ്വര്യപൂർണമായ രൂപത്തിൽ ആ ജീവിതം നയിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ ഈ സംരംഭം ഇനിയും വളരെയധികം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്ത് ആവശ്യമായ ചേഞ്ചുകൾ വരുത്തി പുതിയ പുതിയ നൂതനമായ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ആ എസൻസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം 2-3 വരികളിലൂടെ ഉണർത്തുകയാണ്. നമുക്കറിയാം ശരാശരി ഒരു മനുഷ്യൻ്റെ വലിപ്പം എന്താണ്. ഫൈസൽ ഡോക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിൽ ഡീപ്പായി പോയിട്ട് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയവും കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ശരാശരി നമ്മൾ പെൺകുട്ടികൾക്ക് വിവാഹാലോചിക്കുമ്പോഴായാലും ആൺകുട്ടികൾക്ക് ആലോചിക്കുമ്പോഴൊക്കെയും ഈ കുട്ടികളുടെ ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുമുണ്ട്, ചോദിക്കാതെ തന്നെ പറയാറുമുണ്ട്. ശരാശരി ഒരു മനുഷ്യൻ്റെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഒരു 1.7 എന്ന് പറയാം. 1.6 മുതൽ 1.8 വരെയാണ് സാധാരണ വലിപ്പം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ 1.25 മീറ്റർ വലിപ്പമുള്ള ഒരു മനുഷ്യനെ ഒരു ശരാശരി മനുഷ്യനായി കണ്ടാൽ ഞാൻ പറയുന്നു, ഈ ഭൂമിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ഈ താരതമ്യ വലിപ്പത്തിൻ്റെ വ്യത്യാസം എത്രയാണെന്നറിയാമോ? നമുക്കറിയാം ഈ ഭൂമിഗോളത്തിൻ്റെ വ്യാസം, ഇതിൻ്റെ ഡയാമീറ്റർ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 12,350 കിലോമീറ്ററോളം വരും ഈ ഭൂമിയുടെ വ്യാസം. 12,350 കിലോമീറ്റർ ഡയാമീറ്റർ വരുന്ന നമ്മുടെ ഈ ഭൂമിയും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മൾ ഒന്നുകൂടി പരിശോധിച്ചാൽ 75 ലക്ഷം മനുഷ്യന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞ 1.25 മീറ്റർ വലിപ്പമുള്ള മനുഷ്യന്മാരെ ഹെഡ് ടു ടോ അവരെ നേരെ കുത്തനെ നിർത്തിക്കൊണ്ട് ഒരാളുടെ തലയിൽ മറ്റൊരാൾ, ആ രീതിയിൽ നമ്മൾ 75 ലക്ഷം മനുഷ്യന്മാരെ നേരെ കുത്തനെ നിർത്തിയാൽ ഈ ഭൂമിയുടെ ഡയാമീറ്ററിനോട് മാത്രം സമമാവുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് കേവലം വളരെ ചെറിയ ഒരു ജീവിയായ മനുഷ്യന് ഈ അവൻ വസിക്കുന്ന ഭൂമിയുമായിട്ടുള്ള വലിപ്പം ഏത് രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം മനുഷ്യൻ വളരെ അവൻ്റെ പൊക്കത്തിലും അവൻ്റെ കനത്തിലും അവൻ്റെ നീളത്തിലും അവൻ്റെ വീതിയിലുമൊക്കെ വളരെ ചെറിയ മനുഷ്യനാണ്. എന്നാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സൂര്യൻ, അത് നമ്മിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാകുമ്പോൾ ഈ ഭൂമിയേക്കാൾ 1 മില്യൺ വലിപ്പമുണ്ട് എന്ന വസ്തുതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയുടെ ഒരു 10 ലക്ഷം ഭൂമി കൂടിയ അത്രയും വലിപ്പം നമുക്ക് എന്നും പ്രകാശം തരുന്ന ഈ സൂര്യനുണ്ട് എങ്കിൽ, ഈ സൂര്യനിൽ തന്നെ ഈ സോളാർ സിസ്റ്റം കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റൊരുപാട് നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാമോ 750-800 പ്രകാശ വർഷം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അത്തരം ഗാലക്സികൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെയൊക്കെ എത്രയോ 1000 മടങ്ങ് വലിപ്പമാണ്. ഞാൻ ആ സയൻസ് ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കല്ല. പറയുന്നതിൻ്റെ ചുരുക്കം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ദുർബലനായ മനുഷ്യന് വേണ്ടി ഇത്രയും വലിയൊരു ഭൂമിഗോളത്തെ സൃഷ്ടിച്ച് ആ ഭൂമിഗോളത്തെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേക പോയിന്റിൽ സ്ഥാപിച്ച് നമുക്ക് രാപ്പകലുകൾ കൃത്യമാക്കി തന്നു.
നമുക്ക് വസിക്കാൻ ആവശ്യമായ എല്ലാവിധ ഊർജ ഉറവിടങ്ങളും ഈ ഭൂമിയിൽ പടച്ചു തന്നു. അങ്ങനെ ഈ അണ്ടകടാഹം, ഈ വലിയ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി പടച്ചു തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ അറിവും നമ്മുടെ ചിന്തയും എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. മനുഷ്യൻ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ അവൻ ദൈവനിഷേധിയായി മാറുകയല്ല ചെയ്യുന്നത്. ബർട്രണ്ട് റസ്സൽ വളരെ മുമ്പേ ഒരു പുസ്തകം എഴുതിയിരുന്നു. പുസ്തകത്തിന് അദ്ദേഹം നൽകിയ ടൈറ്റിൽ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നാണ്. ഞാൻ ആ ടൈറ്റിലിനെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഫ്രാൻസിസ് ബേക്കന്റെ ഒരു ഉദ്ധരണി ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ ഇപ്രകാരം വായിക്കാം: എ ലിറ്റിൽ സയൻസ് ടേക്സ് മാൻ ഫ്രം ഗോഡ്, ബട്ട് മച്ച് ഓഫ് ഇറ്റ് ബ്രിങ്സ് ഹിം ബാക്ക് ടു ഹിം. അല്പജ്ഞാനം മനുഷ്യനെ ഒരു പക്ഷേ ദൈവനിഷേധിയാക്കി മാറ്റുമെങ്കിൽ ആഴത്തിലുള്ള ജ്ഞാനം ഒരു മനുഷ്യനെ തിരികെ ദൈവവിശ്വാസിയായി കൊണ്ടുവരും എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് എന്ന് പ്രിയപ്പെട്ടവരെ ബർട്രണ്ട് റസ്സൽ വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല അനവധി ശാസ്ത്രജ്ഞന്മാർ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. മെഡിസിൻ പഠിക്കുന്ന, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, ശാസ്ത്രീയമായ കോഴ്സുകൾ കൂടുതൽ ചെയ്യുന്ന നമ്മുടെ യുവതലമുറ അവരെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് തീർത്തും അലക്ഷ്യമായി പടച്ചതല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിനെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ആ ഗ്രേറ്റ്നെസ്, അല്ലാഹു അക്ബർ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഭൂമിയേക്കാൾ എത്രമാത്രം മടങ്ങ് വലിപ്പം കൂടുതലാണ് സൂര്യന്. സൂര്യനേക്കാൾ എത്രമാത്രം വലിപ്പം കൂടുതലാണ് മറ്റ് ഗാലക്സികളിലും മറ്റുമൊക്കെ ഉള്ള നക്ഷത്രങ്ങൾക്ക്. അങ്ങനെ ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളുള്ള ഒരുപാട് നമ്മുടെ മിൽക്കി വേ പോലെയുള്ള ഗാലക്സികൾ ഈ ലോകത്തുണ്ട്. ആ മിൽക്കി വേയുടെ അപ്പുറം അതിനേക്കാളും വലിയ ക്ലസ്റ്ററുകളുണ്ട്, കോൺസ്റ്റലേഷൻസുകളുണ്ട്. ഇതൊക്കെ പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം കഴിവുള്ളവനാണ് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ആ അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ഇവിടെ നേരത്തെ പഠിച്ചുപോയ വിദ്യാർത്ഥികളും മറ്റുമായതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഷെയ്ഖ അക്കാഡമിക്ക് നിങ്ങളോട് എന്നും പറയാനുള്ളത്, നിങ്ങളുടെ പഠന വിഷയത്തിൽ നമ്പർ 1 ആകണം. അതിനാവശ്യമുള്ള കോച്ചിങ്ങുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ എക്സാമുകളിൽ, നിങ്ങളുടെ ടെസ്റ്റുകളിൽ, നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വരാവുന്ന എല്ലാ പരീക്ഷണങ്ങളിലും അതിലൊക്കെ നിങ്ങൾ ഒന്നാമതായി തന്നെ വിജയം കൈവരിക്കണം. അതിനൊക്കെ നിങ്ങളെ ഭാഗമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ നല്ല ഉത്തമ വിശ്വാസിനികളാകണം. നിങ്ങൾ നല്ല നന്മ പ്രബോധനം ചെയ്യുന്ന, നന്മ സ്വയം ജീവിതത്തിൽ പകർത്തുകയും ആ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും നഴ്സുമാരും ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ എവിടെയായാൽ പോലും ആ നന്മ മുറുകെ പിടിക്കുന്നവരാകണം. അങ്ങനെ നിസ്കാരം ഒഴിവാക്കാത്ത, നോമ്പ് ഒരിക്കലും വിട്ടു കളയാത്ത, പാവങ്ങളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇല്ലാത്ത, സത്യം മാത്രം പറയുന്ന, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, പ്രകോപനമോ ഉണ്ടായാൽ പോലും അത്തരം പ്രലോഭനങ്ങൾക്കോ വഴങ്ങാതെ വളരെ സംശുദ്ധമായൊരു സ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ പഠിക്കണം എന്നതാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു പ്രത്യേക വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വർദ്ധിപ്പിക്കണം. പെൺകുട്ടികളാകുമ്പോൾ, സ്ത്രീകളാകുമ്പോൾ അവർക്ക് എന്നും നിസ്കരിക്കണം എന്ന് ഇസ്ലാം നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ചില കാലഘട്ടങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. എന്നും നോമ്പെടുക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല. റമദാൻ മാസത്തിൽ പോലും ചില സന്ദർഭങ്ങളിൽ നോമ്പെടുക്കാൻ അവർക്ക് പാടില്ല. പക്ഷേ ആ നോമ്പ് പിന്നെ ഖളാ വീട്ടണം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്.
അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഏത് സമയത്തും പരമാവധി വർദ്ധിപ്പിക്കണം. ഞാൻ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, ഇന്ന് ഞാൻ ഗ്ലാസ് ധരിക്കുന്നില്ല. ഞാൻ 25 കൊല്ലം ഫോർ 24 ഇയേഴ്സ് കണ്ണട ധരിച്ച ആളാണ്. ഏറ്റവും അവസാനം ഞാൻ ധരിച്ചിരുന്ന കണ്ണടയുടെ പവർ എത്രയാണെന്നറിയാമോ? -12.5 ആയിരുന്നു. ഈ 12.5 കണ്ണട വെക്കുന്ന കാലഘട്ടത്തിൽ എന്നെ കാണുന്നവർക്ക് എനിക്കാ കണ്ണട ധരിച്ചാലുള്ളതിനേക്കാൾ പ്രയാസമായിരുന്നു അവർക്ക് എന്നെ കാണുമ്പോൾ. ഇന്നൊക്കെ പല മോഡേൺ ഗ്ലാസുകളും വരുന്നത് കൊണ്ട് അതിൻ്റെ റെസൊല്യൂഷനും കട്ടിയും ഒക്കെ കുറഞ്ഞിട്ടാണ് കാണുന്നത്. പക്ഷെ അന്നൊക്കെ ഞാൻ ധരിച്ച കണ്ണട ഞാൻ തന്നെ നോക്കുമ്പോൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവസാനം ധരിച്ച കണ്ണട. നമ്മുടെ ഈ ചെറിയ കടകളിലൊക്കെ സോഡാ കുപ്പി, പഴയ സോഡാ കുപ്പി കാണാറുണ്ട്. ആ സോഡാ കുപ്പി പോലത്തെ കുപ്പി. അങ്ങനെ 25 കൊല്ലം കണ്ണട ധരിച്ച ഇന്ന് ഞാൻ കണ്ണട ധരിക്കുന്നില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ ഒന്നും തന്നെ കണ്ണടയുടെ ആവശ്യമില്ല. ഞാൻ കോഴിക്കോട്ടുള്ള 5 or 6 കണ്ണാശുപത്രികളിൽ പലവട്ടങ്ങളിലായി ചെന്ന് ഡോക്ടർമാരെ കണ്ടു. എനിക്ക് കണ്ണട ഒന്ന് ഒഴിവായി കിട്ടണം എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പല ടെസ്റ്റുകളും നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണട ഒഴിവാക്കാൻ പറ്റൂല, കണ്ണട നിർബന്ധമായും വെക്കണം. നിങ്ങൾ പേടിക്കണ്ട, -40 വരെയൊക്കെയുള്ള കണ്ണട ഇപ്പം ലഭ്യമാണ്. പക്ഷേ നേരത്തെ ഓർഡർ ചെയ്ത് കാത്തിരിക്കണം എന്നാണ് അന്ന് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്. അവസാനം ഞാൻ മംഗലാപുരം ഭാഗത്ത് വിട്ടില എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ജിന്നുകളുമായി ബന്ധമുള്ള ആളാണ്. ജിന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും അതിൻ്റെ താർക്കിക വശങ്ങളല്ല ഇപ്പം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത മരുന്ന് വരെ കിട്ടും എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചികിത്സ തേടുന്ന ചിലരെ എന്നോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ദിവസം രാത്രി ചെന്നു. അങ്ങനെ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, മോൻ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കട്ടിയുള്ള കണ്ണട വെച്ചിട്ട് വല്ലാത്ത പ്രയാസം. ഈ കണ്ണട എടുത്തു വെച്ചാൽ പിന്നെ തൊട്ടടുത്തുള്ള ടേബിളിൽ വെച്ച കണ്ണട എവിടെയാണെന്ന് പിന്നെ തെരഞ്ഞു നോക്കാൻ കൈകൊണ്ട് തപ്പണം. ഈ കണ്ണട മേശപ്പുറത്ത് ഊരി വെച്ചാൽ പിന്നെ അത് എടുക്കണമെങ്കിൽ കാണൂല. ഇത്ര അടുത്താണെങ്കിൽ പോലും കൈകൊണ്ട് പരതി അവസാനം അത് കയ്യിൽ കിട്ടിയാലേ കണ്ണട കിട്ടുള്ളൂ. അല്ലാത്ത ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അദ്ദേഹം കുറച്ചു സമയം ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് അവസാനം എന്നോട് പറഞ്ഞു, മോന് കണ്ണട ഐശ്വര്യമാണ്. ജിന്ന് മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത്. മോന് പിന്നെ കണ്ണട ഐശ്വര്യമാണ്, ഇതൊരു കാലത്തും ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ നമ്മുടെ ഡോക്ടർമാരോട് പറഞ്ഞിട്ടും കാര്യമല്ല, ഇനി പിന്നീട് ജിന്നിനെ സമീപിച്ചിട്ടും കാര്യമല്ല, എൻ്റെ വിധി ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു മനസ്സിലായി. 1997 ഓഗസ്റ്റിലാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അവിടെ ഡൽഹിയിലെത്തി അവിടെ ഒരു 1.5 കൊല്ലം ഞാൻ താമസിക്കുമ്പോൾ അവിടെ ബീഹാറുകാരനായ അല്ലാമ അർഷദുൽ ഖാദിരി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, അന്ന് അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. അദ്ദേഹം കണ്ണട വെക്കാതെ എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ കുറേ കാലം കണ്ണട വെച്ച അടയാളം, ആ സ്പെക്സിൻ്റെ അടയാളം മുഖത്ത് ഇങ്ങനെ കാണും. ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ട് ആപ്കെ ചെഹ്റെ पे देखे तो ऐनक पहन के चश्मा पहने के असर निशान तो दिखा रहा, लेकिन आप माशाअल्लाह बगैर चश्मा आप लिखते हैं पढ़ते हैं, राज क्या है हुजूर? അങ്ങ് കണ്ണട വെക്കാതെ എഴുതുന്നു വായിക്കുന്നു, ഇതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ബേട്ടാ ഇതർ ബൈട്ടോ മേം ബോൽത്താവും. അങ്ങനെ എന്നെ അവിടെ ഇരുത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ 25 കൊല്ലം കണ്ണട വെച്ചാണ്. പക്ഷേ എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഞാൻ സ്വലാത്ത് പതിവാക്കി. 10 വർഷം കൃത്യമായി സ്വലാത്ത് പതിവാക്കിയപ്പോൾ എൻ്റെ കണ്ണിന് ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഡോക്ടർമാരെ സമീപിച്ചു. അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിന് കാഴ്ച വ്യത്യാസപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ണടയുടെ പവർ കുറച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു.
അങ്ങനെ ക്രമേണ കണ്ണടയുടെ ആ പവർ കുറച്ചു കൊണ്ടുവന്നു. ഇന്ന് എനിക്ക് കണ്ണടയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞു, ഏത് സ്വലാത്തായിരുന്നു അങ്ങ് പതിവാക്കിയിരുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത് പതിവാക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ അത് പതിവാക്കാനും അതുവഴി എൻ്റെ കണ്ണടയുടെ പ്രശ്നം സോൾവ് ചെയ്യാനും അങ്ങ് ഒരു വരം തരണം, ഇജാസത്ത് തരണം. അദ്ദേഹം പറഞ്ഞു, മോനെ അത് അങ്ങനെ ഞാൻ തന്നതുകൊണ്ട് ഫലം ഉണ്ടാകുന്നൊന്നും തോന്നുന്നില്ല, എന്നാലും സ്വലാത്ത് ചൊല്ലിക്കോ, അതിനെന്തായാലും ഫലം ഉണ്ടാവും. കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല, അത് അല്ലാഹു തആല തന്നെങ്കിലാവും. സ്വലാത്ത് ചൊല്ലിയാൽ എന്തായാലും അത് വെറുതാവൂലെന്ന്. ഞാൻ അന്ന് മുതൽ ഈ സ്വലാത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ പതിവാക്കാൻ തുടങ്ങി. ഇത് 97 മുതലാണ്. അങ്ങനെ 97ഉം 2000ഉം ഒക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണടൻ്റെ കാഴ്ച വേഗം വ്യത്യാസപ്പെടുന്നു. അങ്ങനെ കണ്ണ് ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, കണ്ണടൻ്റെ പവർ ഇനി കൂട്ടുകയല്ല, നിങ്ങളത് കുറച്ച് കുറക്കുക വേണ്ടത്. അങ്ങനെ വന്നു 2009 ഏറ്റവും അവസാനം ഞാൻ ഡോക്ടേഴ്സ് എന്ന് സമീപിച്ചപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കണ്ണട ആവശ്യമില്ല, കണ്ണട ഇല്ലാതെ തന്നെ നമുക്ക് നിങ്ങളെ സൈറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ്, നിങ്ങൾ മറ്റെവിടെങ്കിലും അമേരിക്കയിലോ മറ്റോ പോയി എന്തോ ചികിത്സ ചെയ്തിരുന്നോന്ന്? ഞാൻ പറഞ്ഞു, എവിടെയും ചികിത്സ ഇല്ല എന്നല്ലേ ഡോക്ടർ നിങ്ങൾ തന്നെ അതുപോലെ മറ്റു ഡോക്ടർമാരും പറഞ്ഞത്. ഞാൻ ചെയ്തൊരു ചികിത്സ ഉണ്ട്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനും ചെയ്തു. ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരാത്മീയമായ വശം അതും കൂടി നമുക്ക് വേണം. നിങ്ങളൊരു പക്ഷേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയർ എഴുതിയ മാക്ബത്ത് വായിച്ചിട്ടുണ്ടാവും. മാക്ബത്ത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാക്ബത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ലേഡി മാക്ബത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചു. ലേഡി മാക്ബത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചപ്പോൾ മാക്ബത്ത് ലോകത്തന്ന് ലഭ്യമായ ഡോക്ടർമാരെ മുഴുവൻ കൊണ്ടുവന്നു. ഒരു ഡോക്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം വന്ന ഡോക്ടർ രോഗിയെ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം മാക്ബത്തിൽ ഇപ്രകാരം വായിച്ചെടുക്കാവുന്നതാണ്: ദിസ് പേഷ്യൻ്റ് നീഡ്സ് സർവീസ് ഓഫ് എ പ്രീസ്റ്റ് ദാൻ എ ഫിസിഷ്യൻ. ഈ രോഗിക്ക് ഇനി ഒരു വൈദ്യനേക്കാൾ ആവശ്യം വൈദികനെയാണ്, വൈദ്യനേക്കാൾ വൈദികനെ ആവശ്യമാണ് എന്ന് അന്ന് ലേഡി മാക്ബത്തിനോട് പറഞ്ഞു. എങ്കിൽ ഞാൻ പറയുന്നതും അതാണ്, നമുക്ക് വൈദ്യൻ്റെ ആവശ്യമുണ്ട്, അതേസമയം അല്പം വൈദികൻ്റെ ആവശ്യവും കൂടി വേണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അഥവാ നമ്മുടെ ആത്മീയത കൈവിടരുത്. നമ്മെ പടച്ച അള്ളാഹു, നമ്മൾ ഡോക്ടറായാലും അള്ളാഹുവിന് മാറ്റം വരുന്നില്ല. നമ്മൾ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ചൈനയിലായാലും ഒക്കെ ഇവിടെയുള്ള അല്ലാഹു തആല തന്നെയാണ് അവിടെയും നമ്മെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചിന്ത വേണം. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ നാട്ടുകാരും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്നാൽ നമുക്ക് എന്തും ആകാം. നമ്മുടെ നാട്ടിലായിരുന്നു നമുക്ക് ഈ ഔറത്ത് മറക്കണം, തല മറക്കണം, പർദ്ദ ധരിക്കണം എന്നൊക്കെയുള്ള ആവശ്യം. ഇന്ന് നമ്മൾ ഏതോ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലാണ്, ഇനി അതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത്. അവിടെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ നാട്ടുകാരും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ ഉള്ള ഒരു അള്ളാഹു, ആ അള്ളാഹു തന്നെയാണ് എല്ലായിടത്തും. ഈ ബോധം എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം. അങ്ങനെ നമ്മൾ പരമാവധി ദൈവത്തിൻ്റെ പ്രീതിയും കൂടി കരുതിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മൾ ചികിത്സിക്കുന്ന രോഗികൾക്ക് അസുഖം വേഗം മാറും. നമുക്കവർക്ക് അവർ തരുന്ന ഫീസ് വളരെ സന്തോഷത്തോടെ തരും. അങ്ങനെയാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ വീടുകളിൽ, വാഹനങ്ങളിൽ, നമ്മുടെ വസ്ത്രങ്ങളിൽ, നമ്മുടെ എല്ലാറ്റിലും ബറക്കത്തുണ്ടാവും. ഇതിനൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് അല്ലാഹു തആലയെ പറ്റിയുള്ള ചിന്ത വേണം. ശൈഖയുടെ മക്കളായി പഠിച്ചു പോയ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും നൽകുമാറാവട്ടെ. നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കുട്ടികൾ അവിടെ പഠിപ്പിക്കാൻ പറഞ്ഞത് നന്നായി എന്ന് തോന്നുന്ന രീതിയിൽ ഉയരാൻ അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ.
മഗ്രിബായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീട്ടാൻ ഇനി നിർവാഹമല്ല. ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് ഒരിക്കലാകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഒന്നുകൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുറാഹിമായ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നീ നിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പഠനങ്ങളിൽ, ഞങ്ങളുടെ പരീക്ഷകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ എല്ലാം നീ ഐശ്വര്യവും ബർക്കത്തും നിറക്കണേ അല്ലാഹ്. എല്ലാവിധ ഫിത്നകളെ തൊട്ടും തിന്മകളെ തൊട്ടും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ആ രക്ഷിതാക്കൾക്ക് ഒരു ഭാരമാകുന്ന അവസ്ഥ ഞങ്ങളിൽ നിന്നും ഉണ്ടാക്കല്ല റഹ്മാനെ. ആ രക്ഷിതാക്കൾക്ക് കണ്ണ് കുളിർമയാകുന്ന ഒരു ജീവിതം നയിക്കാൻ, അത്തരത്തിലൊരു ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്രയോ പെൺകുട്ടികൾ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണമടക്കം എടുത്തുകൊണ്ട് എവിടെയോ ചാടിപ്പോകുന്ന അവസ്ഥ. അത്തരം വാർത്തകളൊന്നും ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് നീ കേൾപ്പിക്കല്ല റഹ്മാനെ. സോനെ, ഞങ്ങളെ കുട്ടികൾ ചികിത്സിക്കുന്ന രോഗികൾക്ക് നല്ല ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുട്ടികളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന അടിമകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ശൈഖയുടെ സന്ദേശമായി മാറേണ്ടത് നിങ്ങളുടെ ഭാവിയിലുള്ള ജീവിതമാണ്. ശൈഖയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറക്കുന്ന പ്രോസ്പെക്ട്സുകളോ ഞങ്ങളുടെ ബുക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഡുകളോ അല്ല. ഞങ്ങളുടെ മെസ്സേജ് നിങ്ങളിലൂടെയാണ് ലോകത്തിന് വായിക്കാൻ കഴിയേണ്ടത്. അതിന് പറ്റിയ രീതിയിൽ മുന്നേറണം നിങ്ങൾ എന്ന് അപേക്ഷിക്കുന്നു. അതിന് അല്ലാഹു തആല നിങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.